RCBയുടെ പടയോട്ടം തുടരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തലയുയർത്തി പിടിച്ചുകൊണ്ട് ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും കൃത്യമായ ആധിപത്യത്തോടുകൂടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ റോയൽ യാത്ര IPL തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു മത്സരവും കംപ്ലീറ്റ്ലി RCB ആധിപത്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത്. ബോൾ ചെയ്യുമ്പോൾ 149 റൺസിന് LSG അങ്ങോട്ട് എറിഞ്ഞിടുന്നു. LSG ഇന്ന് പ്രകൃതി സ്നേഹത്തോടു കൂടിയാണ് കളിച്ചത്. നല്ല ഡോട്ട് ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പന്തിന് വീണ്ടും ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. പക്ഷെ മുകുൾ ചൗധരി അവർക്കൊരു വലിയ പ്രതീക്ഷയുടെ പേരായി മാറുന്നു. ഇനി RCBയിലേക്ക് എത്തുന്ന സമയത്ത് ഫീൽഡിൽ പുലികളാണ്. ഫിൽ സോൾട്ടിനെ നമ്മൾ മനുഷ്യഗണത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുകയാണ്. പിന്നെ സൂപ്പർ ക്യാച്ചുകളാണ്. ടീം ഡേവിഡ് ആണെങ്കിലും കിടിലൻ ക്യാച്ചുകളും ഫീൽഡിലെ പ്രസൻസുകളും ഒക്കെ ഗംഭീരമായിരുന്നു. റാസിക് സലാം കൊള്ളാം. 6 കോടി രൂപയ്ക്ക് നമ്മൾ പൊരുതി നേടിയിട്ടുള്ള ഈ താരം വെറുതെ ആയില്ല. 4 വിക്കറ്റുകളോടുകൂടി നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് പുതിയൊരു ആവേശമാണ്. ഏതായാലും വിരാട് കോഹ്ലി RCBയുടെ ഫീൽഡിൽ ഇല്ല എന്നുള്ളത് നമുക്ക് വലിയൊരു മിസ്സിംഗ് ആണ്. പക്ഷേ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് പവർ പ്ലേയിൽ ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം നൽകാൻ വേണ്ടിയിട്ട് വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു. ബാറ്റിംഗിൽ ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും 200ന് മുകളിൽ സ്കോർ ചെയ്ത അതേ RCB ചേസ് ചെയ്യാൻ വളരെ ചെറിയൊരു സ്കോർ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സ്കോർ ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോഴും അത്രമാത്രം അഗ്രഷൻ മൈൻഡിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. പവർ പ്ലേയിൽ 60 റൺസ് സ്കോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് സ്ലോ ആകുമോ എന്ന് തോന്നുന്ന സമയത്ത് രജത് പടിദാർ, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെഫി, ടീം ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വെടിക്കെട്ടുണ്ട്. ആ ഒരു വെടിക്കെട്ട് 16ാമത്തെ ഓവറിൽ ആദ്യത്തെ ബോളിൽ അവരെ ആ ഒരു ചേസ് ചെയ്തെടുക്കാൻ സഹായിച്ചു. ഇതായാലും നെറ്റ് റൺ റേറ്റിലും പോയിന്റിലും മുൻപന്തിയിൽ നിന്ന് ടേബിൾ ടോപ്പർമാരായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആരാധകർക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. ഒരു കിരീടത്തിന് പിന്നാലെ അടുത്ത കിരീടത്തിലേക്കുള്ള ഒരു സ്റ്റൈലൻ യാത്രയിലാണ് ഞങ്ങളെന്ന്. ഈ ഒരു ടീം സെറ്റാണ്. T20യിൽ അത്രമാത്രം ശക്തമായിട്ടുള്ള, അതായത് ബാറ്റിംഗ് ഡെപ്ത് ഗംഭീരമാണ്, അടിപൊളിയാണ്. ഫീൽഡിങ്ങിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു കോർഡിനേഷനും കിടിലനാണ്. ഹേസൽവുഡ് ഇന്നെത്തി മികച്ച രീതിയിൽ ബോൾ ചെയ്തു. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ മത്സരത്തിന് മുൻപുള്ള മത്സരത്തിൽ രാജസ്ഥാനെതിരായിട്ടുള്ള ഒരു ചെറിയ പാളിച്ച, അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശി കൊടുത്തിട്ടുള്ള ഒരു ചെറിയ അടി അദ്ദേഹത്തിന് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. നമ്മളുടെ ഹേസൽവുഡ് ബാക്ക് ടു ട്രാക്ക്, അല്ലെങ്കിൽ ക്ലാസ് താരങ്ങൾ അങ്ങനെയാണല്ലോ. സോ ഹേസൽവുഡ് കൂടി ഫോമിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഒരു പ്രതീക്ഷയാണ്. വീണ്ടും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് റോയൽ പ്രതീക്ഷ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? നിങ്ങൾ അടിച്ച് പൊളിച്ചോ? ഹാപ്പിയാണോ? അതുപോലെ തന്നെ ക്രിക്കറ്റ് ഫാൻസ് പറയാൻ മറക്കണ്ട, ഇന്നത്തെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ലക്നൗ ഇങ്ങനെ പോവുകയാണെങ്കിൽ സെറ്റാവോ? പന്തിന്റെ ഫോം ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലക്നൗയെ ബാധിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടോ? എന്തായാലും ഇന്നത്തെ മത്സരത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ.